ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത രണ്ട് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് ആണ്. strcpy, അതായത് ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലോട്ട് ഒരു ക്യാരക്ടർ അറയെ മറ്റൊരു ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനായ strcpy എന്ന ഫംഗ്ഷനും, പിന്നെ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടെത്താനുള്ള, അതായത് ഒരു ക്യാരക്ടർ അറയെ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്ര ക്യാരക്ടേഴ്സ് അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടെത്താനുള്ള strlen എന്ന് പറയുന്ന സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ. ഈ രണ്ട് ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ക്യാരക്ടർ അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിനെ മറ്റൊരു ക്യാരക്ടർ അറയിലോട്ട് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ്. അത് തന്നെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഒരു ബേസിക് സിൻടാക്സ് ആണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ strcpy എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് രണ്ട് അറയെ നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ മെൻഷൻ ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഏത് അറയിലോട്ടാണോ കോപ്പി ചെയ്യേണ്ടത് അതിനെ ആദ്യമാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഏത് അറയിൽ നിന്നാണ് ആ സ്ട്രിങ് കോപ്പി ചെയ്യേണ്ടത് അത് ഈ രണ്ടാമതായിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ സംഭവം ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ അറയെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ജസ്റ്റ് ഒരു ക്യാരക്ടർ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിലേക്ക് ഒരു സ്ട്രിങ്ങിനെ നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ അത് ഇതിൽ ഒന്നെങ്കിൽ ഗെറ്റ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച്, നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്നത് ഗെറ്റ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അതിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ലൈനിനെ മൊത്തം സ്ട്രിങ്ങിലോട്ട് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ പ്രോഗ്രാം ചെയ്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ഡാറ്റ അതിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ അത് ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ വാല്യൂ എന്താണെന്ന്, ആ ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റ എന്താണെന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്, ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ പ്രോഗ്രാമിൽ വേറൊരു രീതി കൂടെ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പം അതായത് നമ്മളിപ്പോൾ ഇവിടെ വേർഡ് 1 എന്നും വേർഡ് 2 എന്നും പറഞ്ഞ് രണ്ട് ക്യാരക്ടർ അറേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വേർഡ് 1 എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ട് വേർഡ് 2യിലുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് സ്റ്റോർ ചെയ്യണം. വേർഡ് 2യിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ, അതിപ്പം സ്ട്രിങ് ഡാറ്റ ആവാം, ആ സ്ട്രിങ്ങിനെ അതുപോലെ വേർഡ് 1യിലോട്ട് എനിക്ക് കോപ്പി ചെയ്യണം. അതിന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ അത് സിൻടാക്സ് എറർ കാണിക്കും. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നാലും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ വേർഡ് 1 എന്നൊരു ബ്രാക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈക്വൽ ടു വേർഡ് 2 ബ്രാക്കറ്റ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ വേർഡ് 2യിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയെ വേർഡ് 1യിലോട്ട് കോപ്പി ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഈ വേർഡ് 1യിലോട്ട് ഈ ഡോഗ് എന്ന് പറയുന്ന സ്ട്രിങ് ഡാറ്റയെ എനിക്ക് കോപ്പി ചെയ്യണം. സ്ട്രിങ് ഡാറ്റയെ എനിക്ക് വേർഡ് 1യിലോട്ട് സ്റ്റോർ ചെയ്യണം. അതിന് വേർഡ് 1 എന്ന് എഴുതി ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഈക്വൽ ടു ഇങ്ങനെ ഡോഗ് എന്ന് ഇട്ടാൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ അത് സിൻടാക്സ് എറർ കാണിക്കും. കാരണം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പോസിബിൾ അല്ല C++. ഒന്നുകിൽ വേർഡ് 1 എന്ന് പറയുന്ന ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സ്ട്രിങ്ങും കൂടെ അങ്ങ് ഇനിഷ്യലൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സാധിക്കും. അതല്ലാതെ ഇനിഷ്യലൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിലല്ലാതെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചും നമുക്ക് ഈ ഒരു സ്ട്രിങ് ഡാറ്റയെ വേർഡ് 1 എന്ന് പറയുന്ന, അതായത് ഒരു ക്യാരക്ടർ അറയിലോട്ട് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ് ഈ strcpy എന്ന് പറയുന്നത്. ഇവിടെ വേർഡ് 1 എന്ന് പറയുന്ന, വേർഡ് 1 എന്നും വേർഡ് 2 എന്നും പറയുന്ന രണ്ട് ക്യാരക്ടർ അറേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വേർഡ് 1ൻ്റെ വേർഡ് 2ൻ്റെ സൈസ് എന്ന് പറയുന്ന, ഈ രണ്ട് ക്യാരക്ടർ അറയുടെ സൈസ് എന്ന് പറയുന്ന 10 ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. വേർഡ് 1 എന്ന് പറയുന്ന ക്യാരക്ടർ അറയിൽ ഞാൻ എലിഫൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ എലിഫൻറ്റ് എന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവസാനത്തെ ക്യാരക്ടറായിട്ട് ഒരു \0, അതായത് നൾ ക്യാരക്ടറും കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ വേർഡ് 2 എന്ന് പറയുന്ന ക്യാരക്ടർ അറയിൽ ഞാൻ സ്റ്റോർ ചെയ്യുന്ന കാറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്. എനിക്ക് ഈ വേർഡ് 2യിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിനെ വേർഡ് 1യിലോട്ട് കോപ്പി ചെയ്യണം. അതായത് വേർഡ് 1നെ കാറ്റ് എന്ന് പറയുന്ന ആ സ്ട്രിങ് ആയിട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി എനിക്കിതാ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാം. strcpy എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഈ രണ്ട് ക്യാരക്ടർ അറേസും മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ബ്രാക്കറ്റ് ഒന്നും ഇല്ലാതെ ക്യാരക്ടർ അറേയുടെ പേര് മാത്രം, നെയിം മാത്രം മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഈ വേർഡ് 1, വേർഡ് 2 എന്നിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, വേർഡ് 2യിൽ സ്റ്റോർ ചെയ്യുന്ന വേർഡ് 2യിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് എന്താണോ അതുപോലെ വേർഡ് 1 എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ആവും. അത് എന്തായിരുന്നാലും എത്രയായിരുന്നാലും വേർഡ് 2യിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് അതുപോലെ തന്നെ വേർഡ് 1യിലോട്ട് കോപ്പി ആവും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വേർഡ് 1 ഈ കാറ്റ് എന്ന് പറയുന്ന ആ സ്ട്രിങ് ആയിട്ട് മാറും. വേർഡ് 1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ, നേരത്തെ എലിഫൻറ്റ് എന്ന് പറയുന്ന സ്ട്രിങ് ആയിരുന്നു സ്റ്റോർ ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേർഡ് 2 എന്ന് പറയുന്ന ക്യാരക്ടർ അറയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് എന്താണോ അതുപോലെ വേർഡ് 1 എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലോട്ട്, ആദ്യം മെൻഷൻ ചെയ്യുന്ന അറയിലോട്ട് കോപ്പി ആവും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക,
ഏത് സ്ട്രിങ് ആണോ കോപ്പി ചെയ്യേണ്ടത് അത് രണ്ടാമതാണ് മെൻഷൻ ചെയ്യുന്നത്. ഏത് ക്യാരക്ടർ അറേയിലോട്ടാണോ കോപ്പി ചെയ്യേണ്ടത് അത് ആദ്യമേ മെൻഷൻ ചെയ്യണം. അപ്പോൾ അതായത് എവിടെയാണോ ചേഞ്ച് വരുത്തേണ്ടത്, ഏത് അറേയാണോ ചേഞ്ച് വരുത്തേണ്ടത് അതിന് നമ്മൾ ആദ്യമാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം വേർഡ് 1 ആണ് ആദ്യം മെൻഷൻ ചെയ്യുന്നത്, വേർഡ് 2 എന്ന് പറയുന്ന ഈ വേർഡ് 2 എന്ന് പറയുന്ന അറേ രണ്ടാമത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് വേർഡ് 2 എന്ന് പറയുന്ന ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് എന്താണോ അത് വേർഡ് 1 എന്ന ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ആവുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് 1 എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിൽ കാറ്റ് എന്ന് പറയുന്ന സ്ട്രിങ് ആയിരിക്കും സ്റ്റോർ ആവുന്നത്. വേർഡ് 2-ൽ മാറ്റമൊന്നുമില്ല, കാറ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു അറേയിലുള്ള ഒരു ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ, ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതേസമയം നമുക്ക് ഈ strcpy എന്ന ഫംഗ്ഷൻ തന്നെ നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ strcpy എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ആദ്യം ഒരു ക്യാരക്ടർ അറേയുടെ പേര് മെൻഷൻ ചെയ്യുന്നു, കോമ മെൻഷൻ ചെയ്യുന്നു, എന്നിട്ട് കോമ ഇടുന്നു, എന്നിട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഞാനൊരു സ്ട്രിങ് മെൻഷൻ ചെയ്യുന്നു, ഒരു സ്ട്രിങ് ഡാറ്റയെ തന്നെ മെൻഷൻ ചെയ്യുന്നു. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്ട്രിങ് ഡാറ്റ എന്താണോ അത് ഈ വേർഡ് 1 എന്ന് പറയുന്ന അറേയിലോട്ട് കോപ്പി ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ എറർ കാണിക്കുമെന്ന് പറഞ്ഞു. അതിന് പകരം strcpy എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു സ്ട്രിങ് ഡാറ്റയെ ഒരു ക്യാരക്ടർ അറേയിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് 1 എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ ഡോഗ് എന്നതായിരിക്കും. ഈ ഡോഗ് എന്ന് പറഞ്ഞു വരുമ്പോൾ ആ സ്ട്രിങ്ങും അതിൻ്റെ അവസാനത്തെ ക്യാരക്ടറായിട്ടും നൾ ക്യാരക്ടറും കൂടി ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ നൾ ക്യാരക്ടർ നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല, ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഡോഗ് എന്ന് പറയുന്ന സ്ട്രിങ് ഡാറ്റ മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് സ്റ്റോർ ആകുമ്പോൾ അവസാനത്തെ ക്യാരക്ടറായിട്ട് ഈ നൾ ക്യാരക്ടറും കൂടെ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സ്റ്റോർ ആവും. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലോട്ട് കോപ്പി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ഡാറ്റയെ മറ്റൊരു ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷനാണ് strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്നുകിൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് രണ്ട് അറേസിൻ്റെ പേര് നമുക്ക് മെൻഷൻ ചെയ്യാം, അതല്ല എങ്കിൽ ആദ്യം അറേയുടെ പേരും എന്നിട്ട് കോമ ഇട്ടിട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സ്ട്രിങ് ഡാറ്റയാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ആ സ്ട്രിങ് ഡാറ്റയും കൂടെ നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം കാണാം. ഇത് ജസ്റ്റ് എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാം. ഇവിടെ ഞാൻ C string എന്ന ഹെഡർ ഫയൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഈ strcpy എന്ന ഫംഗ്ഷൻ റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ 3 ക്യാരക്ടർ അറേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 എണ്ണത്തിന് ഞാൻ ഇനിഷ്യലൈസും ചെയ്തിട്ടുണ്ട്. വേർഡ് 1, വേർഡ് 2, വേർഡ് 3 ഈ 3 ക്യാരക്ടർ അറേസ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 3ൻ്റെ സൈസ് 15 ആണ്. അതിൽ വേർഡ് 1നെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ് വേർഡ് 1ലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. വേർഡ് 2 എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിൽ കോളേജ് എന്ന് പറയുന്ന ആ വേർഡാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, സ്ട്രിങ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതേസമയം വേർഡ് 3ൽ ഞാനൊന്നും സ്റ്റോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും ഡാറ്റയെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ കീബോർഡ് വഴി എൻ്റർ ചെയ്യാൻ നോക്കുക. അപ്പം ഗെറ്റ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ലൈൻ മൊത്തം വേർഡ് 3 എന്ന് പറയുന്ന അറേയിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ പ്രോഗ്രാമിൽ തന്നെ കൊടുക്കണമെങ്കിൽ നമുക്ക് വേറെ മെത്തേഡൊന്നുമില്ല. പ്രോഗ്രാമർ തന്നെ ഇതിലുള്ള സ്ട്രിങ് ഡാറ്റ എന്താണ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നു എങ്കിൽ അതിന് വേറെ മെത്തേഡൊന്നുമില്ല. ഈ strcpy എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കത് സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഡാറ്റ എന്താണെന്ന് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. അതല്ല എങ്കിൽ ഈ strcpy എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ വേർഡ് 3 എന്ന് പറയുന്ന അറേയിലോട്ട് ഒരു ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഞാൻ strcpy എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് വേർഡ് 1, വേർഡ് 2 എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വേർഡ് 2ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ എന്താണ്, ഇവിടെ കോളേജ് എന്ന ഡാറ്റയാണ് വേർഡ് 2ൽ സ്റ്റോർ ചെയ്യുന്നത്. അതിനെ അതുപോലെ വേർഡ് 1ലേക്ക് അങ്ങ് കോപ്പി ചെയ്ത്, അതായത് വേർഡ് 1ൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ റീപ്ലേസ് ആവും. വേർഡ് 2 എന്ന് പറയുന്ന ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് ഡാറ്റ ഉണ്ടെങ്കിൽ റീപ്ലേസ് ആവും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് എന്താണെന്ന് പിന്നെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് strcpy എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് വേർഡ് 3, ഈ ഡബിൾ കോട്ട്സിനകത്ത് മെക്കാനിക്കൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്ട്രിങ് ഡാറ്റയെ വേർഡ് 3ലോട്ടും കോപ്പി ചെയ്യുകയാണ്. ഈ മെക്കാനിക്കൽ എന്ന് പറയുന്ന ആ സ്ട്രിങ് ഡാറ്റയെ അതിനെ വേർഡ് 3 എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിലോട്ട് കോപ്പി ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. cout എന്ന് എഴുതി വേർഡ് 1 ഈസ് എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ വേർഡ് 1 മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ വേർഡ് 1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണോ, ആ സ്ട്രിങ് ഡാറ്റ എന്താണോ അത് ഡിസ്പ്ലേ ആവുന്നത്. അത് ഡിസ്പ്ലേ ആവുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. വേർഡ് 1 ഈസ് കോളേജ് എന്ന് ഡിസ്പ്ലേ ആയി. നമ്മളിവിടെ വേർഡ് 1 എഞ്ചിനീയറിംഗ് എന്നാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്.
അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പം വേർഡ് 2-ൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്താണോ അതാണ് വേർഡ് 1-ലോട്ട് സ്റ്റോർ ആവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വേർഡ് 1 എന്ന് പറഞ്ഞ് കോളേജ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്. ഇനി അടുത്തത് സി ഔട്ട് എന്ന് എഴുതി വേർഡ് 2 ഈസ് എന്ന് കൊടുത്തിട്ട് ഈ വേർഡ് 2-നെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേർഡ് 2 കോളേജ്, ഇവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല, വേർഡ് 2-ൽ ഒരു ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പം അത് കോളേജ് എന്ന് തന്നെ ഡിസ്പ്ലേ ആവുന്നു. അത് കഴിഞ്ഞിട്ട് വേർഡ് 3 എന്നുള്ള ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇവിടെ ഞാൻ വേർഡ് 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ മെക്കാനിക്കൽ എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മളിവിടെ വേർഡ് 3 ആയിട്ടൊന്നും വാല്യൂ ഒന്നും ഇൻഷ്യലൈസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ strcpy എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ഈ സ്ട്രിങ്ങിനെ വേർഡ് 3-ലോട്ട് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയപ്പോൾ മെക്കാനിക്കൽ എന്നിവിടെ ഡിസ്പ്ലേ ആയി. അപ്പോൾ ഇതാണ് strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ. ഇനി അടുത്ത ഒരു ഫംഗ്ഷനെ പറ്റിയും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. strlen എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ്. അതായത് എത്ര ക്യാരക്ടേഴ്സാണ് ആ സ്ട്രിങ്ങിൽ ഉള്ളത്. അതായത് പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. ഇപ്പോൾ കൈലാസ് എന്ന് പറയുന്ന വേർഡാണ് ഒരു അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് കൈലാസ് എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന കൗണ്ട് നമുക്ക് കിട്ടും. ഈ കൈലാസ് എന്ന് പറഞ്ഞാൽ KILAS 6 ക്യാരക്ടേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 6 എന്ന ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. അപ്പോൾ അതായത് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണോ അതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് നൾ ക്യാരക്ടറിനെ കൗണ്ട് ചെയ്യത്തില്ല. ഇടയിൽ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്യാരക്ടറായിട്ട് കൗണ്ട് ചെയ്യും. പക്ഷേ നൾ ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൗണ്ട് ചെയ്യത്തില്ല. അപ്പം അതാണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എക്സിക്യൂഷൻ ഒന്ന് നോക്കാം. അതാ ഞാനിവിടെ strlen എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ് C string എന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ വേർഡ് 1 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം എന്നുള്ളതുകൊണ്ട് ഈ സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്ന് എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. ആ ഇൻറ്റീജർ നമ്പർ ആയിരിക്കും ഈ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഈ ടേം വന്ന ആ പ്ലേസിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ strlen എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് വേർഡ് 1 എന്ന് പറയുന്ന ആ ക്യാരക്ടർ അറേയുടെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് സൈസ് 15 ആണ് എങ്കിലും ഈ ഒരു വേർഡാണ് ഞാനിവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വേർഡിൻ്റെ ഈ സ്ട്രിങ് ഡാറ്റയുടെ ക്യാരക്ടേഴ്സിൻ്റെ ലെങ്ത്, അതായത് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ഇതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇവിടെ strlen എന്ന് എഴുതി വേർഡ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ 11 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതായത് ഈ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. ഇതിന് വേണമെങ്കിൽ ഒരു വേരിയബിളിലോട്ടൊക്കെ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ആ വേരിയബിൾ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാലും മതി. ഞാനിവിടെ ഡയറക്റ്റായിട്ട് ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് 11 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഈ 11 എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. അതായത് ഈ സ്ട്രിങ് ഡാറ്റയുടെ ലെങ്ത് ആണ്. ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്ട്രിങ് ഡാറ്റയുടെ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണമാണ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വേർഡിൽ 11 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് strlen എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ആ ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പം ഇതാണ് strlen എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള 2-3 ഫംഗ്ഷൻസിനെ പറ്റി കൂടെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.